ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാരത്തെ ഔഷധമാക്കിക്കൊണ്ടുള്ള നമ്മുടെ കർക്കിടകചര്യയുടെ ഭാഗമായിട്ട് ഇന്ന് കർക്കിടകം 10. അപ്പോൾ ഇന്ന് 10 തോരൻ വെച്ച് കഴിക്കണം എന്നാണല്ലോ പഴമക്കാർ പറയാറുള്ളത്. നമ്മളും അത് അനുകരിച്ച് പോരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് 10 തോരൻ കറി വെക്കുകയാണ്. അതിലേക്ക് ഒന്നാമത്തെ താരായിട്ട് ഞാൻ എടുത്തത് മരച്ചീരയാണ് കേട്ടോ. ഷുഗർ ചീര എന്നും പറയും, ചെടിച്ചീര എന്നും പറയാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആള് നമ്മുടെ മരച്ചീര, രണ്ടാമത്തെ ആള് ചേമ്പിലയുടെ കൂമ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ആളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേലിച്ചീരയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് ചുക്രമാണിസ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ നാലാമത്തെ ആള് ചൊറിയണം ഒഴിച്ചുകൂടാൻ പാടില്ല കേട്ടോ ഈ 10 തോരല്ലേ. അപ്പോൾ നാലാമത്തെ ആള് ചൊറിയണം ആണ്. അഞ്ചാമത്തെ ആള് ചെറുളയാണ്. മൂപ്പര് ദശപുഷ്പങ്ങളിലും കൂടെ ഉൾപ്പെടുന്നതാണല്ലോ. അപ്പോൾ അഞ്ചാമത്തെ ആള് ചെറുള. പിന്നെ എടുത്തിട്ടുള്ളത് ചായാമൻസയുടെ ചെടിയാണ് കേട്ടോ. ആറാമത്തെ സ്റ്റാർ ഇവിടെ വന്നിട്ടുള്ളത് ചായാമൻസയുടെ നല്ല തളിരെല്ല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏഴാമത്തെ ആളെന്ന് പറയുന്നത് മറ്റൊരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ. കൊഴുപ്പ് ചീര, സാമ്പാർ ചീര എന്ന് പറയും. എട്ടാമത്തെ ആള് തഴുതായ്മയാണ്. തഴുതായ്മയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ഒമ്പതാമത്തെ ആള് പട്ടത്തകരയുടെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പിടി എടുത്തിട്ടുണ്ട്. കൂമ്പല തളിരില ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒമ്പതാമത്തെ ആള് വട്ടത്തകര. പത്താമത്തെ സൂപ്പർ സ്റ്റാറായിട്ട് ഈ ഇലക്കറിയിലേക്ക് 10 തോരനിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മഷിത്തണ്ടനാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഈ മഷിത്തണ്ടിൻ്റെ ഇലയ്ക്ക്. അപ്പം ഞാൻ കറക്റ്റ് 10 ഇലകൾ മാത്രം വെച്ചുകൊണ്ടല്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് കുമ്പളത്തിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 10 എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതും കൂടെ എടുത്തത് കേട്ടോ. പിന്നെ നല്ല ഒറിജിനൽ പൊന്നാങ്കണ്ണിയും വളരെ അല്പം എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ ഇതിലേക്ക് മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ കൂമ്പലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം, കാരണം ഉള്ളിയുടെ ഗുണങ്ങളും അറിയാലോ. അതുപോലെ ഒരു പിടി തേങ്ങ ചെരുകിയതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ തോരൻ വെക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 സ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 15ഓളം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഉള്ളിയുടെ ഉപയോഗം വളരെ നല്ലതാണ് കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 സ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. ചെറിയ സ്പൂണാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാലേ കറക്റ്റ് ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ കേട്ടോ കറിക്ക്. എന്നിട്ട് നമ്മൾ അതിലേക്ക് അല്പം ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോണ വരെ ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരേക്കും ഒന്നും കൂടെ ഇതിട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊടികൾ മൂത്ത് വരുന്നതോടൊപ്പം തന്നെ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെരുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് മൂപ്പിക്കണ്ട കേട്ടോ. തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. 10 തോരൻ എന്നാണ് പറയുന്നതെങ്കിലും കൂടിയിട്ടേ 10 ഇലകൾ തന്നെ വേണമെന്നില്ല കേട്ടോ. 10, 11, 12, 13 ആയാലും കുഴപ്പമില്ല. കർക്കിടകത്തിൽ പക്ഷേ മുരിങ്ങേര ഇലയ്ക്ക് കട്ടുള്ളത് കൊണ്ട് അതിന് പ്രാധാന്യം ഇല്ല കേട്ടോ. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇലകൾ എടുക്കാം. അടച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ചില ഇലകൾക്ക് ഇതിൽ കൊഴുപ്പുണ്ട്, നമ്മൾ ചേർത്തിട്ടുള്ള സാമ്പാർ ചീരയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് മൂടിയിട്ടിട്ട് പിന്നെ തുറക്കുമ്പോൾ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും കേട്ടോ. ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടിയിട്ട് കൊടുക്കുക. കാരണം നമ്മളുടെ ചായമൻസ ഇലയ്ക്കും അതുപോലെ മരച്ചീരയ്ക്കും ഒക്കെ അല്പം വേവുള്ളതാണ് മറ്റുള്ള ഇലകളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടിയിട്ട് കൊടുക്കുക.
അപ്പോൾ അതാ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അടച്ചും തുറന്നും ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചിടേണ്ട ആ ഒരു കൊഴുപ്പ് രസം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുഴുവനായിട്ട് പോണ വരെ നമുക്ക് ഈ ഇലക്കറി ഇങ്ങനെ ഉലർന്ന് കിട്ടണം എന്ന് പറയില്ലേ, നമ്മൾ തോരനാണല്ലോ. അപ്പം അങ്ങനെ അതുപോലെ ആവണ വരേക്കും അല്പം നേരം കൂടെ നമുക്ക് ചെറുതീയിലിട്ടിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോണ വരെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യണ നമ്മുടെ പത്തിലത്തോരൻ, പ്രാസം ഒപ്പിച്ച് തന്നെ നമുക്ക് പറയാം, പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചോറ് കൂട്ടിയിട്ടോ തനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചപ്പാത്തി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി, പറയാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഇലകൾ എടുക്കുമ്പോൾ മാക്സിമം തളിരിലകൾ, കൂമ്പിലകൾ എടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മത്തൻ്റെ ഇല ഇടാം. എൻ്റെ മത്തൻ്റെ സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് മത്തൻ്റെ ഇല ഉണ്ടായില്ല കേട്ടോ. മത്തൻ്റെ ഇല ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലാവില കൂമ്പിടാം, അതുപോലെ കോവയ്ക്കയുടെ കൂമ്പില ഇടാം. അങ്ങനെ നമുക്ക് ടോക്സിക് അല്ലാത്ത, അതായത് വിഷാംശം അല്ലാത്ത ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാ ഇലകളും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു തോരൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ. അത് കർക്കിടകത്തിനായിട്ട് കാത്തിക്കണമെന്നില്ല, എങ്കിലും കർക്കിടകത്തിന് ഈ പറഞ്ഞ പോലെ ആഹാരം ഔഷധമായിട്ടാണല്ലോ നമ്മൾ കരുതണത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് വേണ്ട. പിശുക്കെന്ന് പറയാൻ പാടില്ല അല്ലേ, മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.